Hello everyone, welcome to Q3 World. ഒരു അടിപൊളി കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് സ്ക്രേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കേക്ക് മെയിൻ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഈ ഒരു സ്ക്രേപ്പറിൻ്റെ 3 സൈഡും 3 ഡിസൈനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു സ്ക്വയർ കട്ടിംഗ് ഉള്ള ഈ ഒരു സൈഡാണ്. കള്ളിയായി വരുന്ന ഈ ഒരു സൈഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ഒന്ന് ചുറ്റും ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സൈഡ് ഒന്ന് നന്നായിട്ട് ഫുൾ റൗണ്ട് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് അമർത്തി തന്നെ സ്ക്രേപ്പ് ചെയ്തെടുത്താലേ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഗ്യാപ്പ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇടവിട്ട കള്ളികളിലായിട്ട് ഇങ്ങനെ ഗ്യാപ്പായിട്ട് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ചെറിയൊരു നോസിലിട്ട പൈപ്പിംഗ് ബാഗിലാക്കി ഇതേപോലെ ആ ഗ്യാപ്പിൽ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നോസിലില്ലെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ആ ഗ്യാപ്പുള്ള സൈഡ് നോക്കി നമ്മുടെ കേക്കിൻ്റെ ചുറ്റും നമ്മൾ ഇതേപോലെ ലൈന് പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വേഗം തന്നെ ഇത് പൈപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു പൈപ്പിംഗ് ചെയ്യുന്ന സ്ഥലത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ഗ്യാപ്പ് നോക്കി നമ്മൾ ആ ലൈനും എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ മൊത്തം സൈഡും അങ്ങനെ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ഗ്യാപ്പായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ ചെറിയ നോസിലിട്ട പൈപ്പിംഗ് ബാഗ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോള് വലുതായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഐസിങ് ചെയ്യാനെടുക്കുന്ന ഇതേപോലത്തെ സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടേണിംഗ് ടേബിൾ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. സൈഡ് നന്നായിട്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം കൈയെടുക്കാതെ നമുക്കിതേപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്കിങ്ങനെ കാണാം, നമ്മൾ പൈപ്പ് ചെയ്ത ആ വൈറ്റ് കളർ ഇങ്ങനെ തെളിഞ്ഞ് വന്നൊരു സ്ട്രൈപ്സ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേക്കിൽ കാണാനൊരു പ്രത്യേക ലുക്കാണ്. അപ്പോൾ ഇതിനേക്കാൾ ഡാർക്ക് കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ ഇങ്ങനൊരു സ്ക്രേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറും 25 രൂപയ്ക്ക് നമുക്ക് ഈ സ്ക്രേപ്പർ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു സ്റ്റാർ നോസിലിട്ട പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു ലൈറ്റ് ബ്ലൂവിൽ നിന്നും കുറച്ചും കൂടെ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ സൈഡിലാക്കിയിട്ട് മാത്രം കുറച്ച് ഫ്ലവേഴ്സ് ഇതേപോലെ പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് ഈ ഒരു സൈഡിലേക്ക് മാത്രമായിട്ടാണ് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് പൈപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സെയിം കളറിലുള്ള വേഫർ ബട്ടർഫ്ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസും കൂടെ ഇട്ട് കൊടുത്ത് ഈ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.